സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരൻ തുടങ്ങിയ ഒരു അസാധാരണമായ റെസ്റ്റോറന്റ്. പറഞ്ഞു വരുന്നത് ഹംഗ്രി മൃണാൾ റെസ്റ്റോറന്റിനെ കുറിച്ചാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും ഈ ഒരു റെസ്റ്റോറന്റ് പൂട്ടാൻ വേണ്ടിയിട്ടോ ആ ഒരു സെൻസിലല്ല. കാരണം ഞാൻ മൃണാളല്ല. പുള്ളിക്കാരൻ പണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് പല പല ഹോട്ടലുകളും, സാധാരണക്കാരുടെ പല പല ഹോട്ടലുകളും പൂട്ടിച്ചിട്ടുണ്ട്. വലിയ ഇൻഫ്രാസ്ട്രക്ചർ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട്, അതായത് ഹംഗ്രി മൃണാൾ എടപ്പള്ളി എന്ന് പറയുന്ന 4 കോടി രൂപയോളം ചെലവാക്കി ഉണ്ടാക്കിയ റെസ്റ്റോറന്റ് ആണ്. തൃപ്പൂണിത്തുറ റെസ്റ്റോറന്റ് അതുപോലെ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഉണ്ടാക്കിയ റെസ്റ്റോറന്റ് ആണ്. അപ്പോൾ അത്രയും മുതൽ മുടക്കി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി, ഹൈജീനിന് വേണ്ടിയിട്ടും സ്റ്റാഫ് വെൽഫെയറിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പണം ചെലവാക്കി ഉള്ള കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി ഉണ്ടാക്കിക്കൊണ്ട് വന്ന പുഴുവാണത്. ഒരു പുഴുവിന് തന്നെ ലക്ഷക്കണക്കിന് രൂപ വില വരും. വെറുതെ കിട്ടിയെങ്കിൽ കഴിച്ചിട്ട് പോയാൽ പോരെ. വിതൗട്ട് ഷുഗർ ഡ്രിങ്ക്സ് വാങ്ങുമ്പോൾ വില കുറച്ച് കൊടുക്കണ്ടേ? വിതൗട്ട് ഷുഗർ ഡ്രിങ്ക്സ് വാങ്ങുമ്പോൾ ഞങ്ങളുടെ പണി കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ വില കൂടുതലാണ് ടെക്നിക്കലി തരേണ്ടത്. സ്ട്രോ 1 രൂപയല്ലേ എന്ന് വെച്ചാൽ ഞങ്ങൾ കാശ് കൊടുത്താണ് മേടിക്കുന്നത്. പഞ്ചസാര ഞങ്ങൾ കാശ് കൊടുത്താണ് മേടിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇടാതിരിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി അവിടെ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അതിനും അഡീഷണൽ പൈസ അല്ല, നോർമൽ ചായയുടെ പൈസ മേടിക്കേണ്ടി വരും. ഹലോ, നമസ്കാരം. സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരൻ തുടങ്ങിയ ഒരു അസാധാരണമായ റെസ്റ്റോറന്റ്. പറഞ്ഞു വരുന്നത് ഹംഗ്രി മൃണാൾ റെസ്റ്റോറന്റിനെ കുറിച്ചാണ്. ജ്യൂസിന്റെ കൂടെ കൊടുക്കുന്ന സ്ട്രോയ്ക്കും വടയുടെ കൂടെ കൊടുക്കുന്ന ചട്നിക്കും വരെ കണക്ക് പറഞ്ഞ് കാശ് മേടിക്കുന്ന ഈ റെസ്റ്റോറന്റിൽ എൻ്റെ അറിവിൽ ഇതേവരെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള 2 സാധനങ്ങളാണ് ഉള്ളത്. ഒരെണ്ണം ഈച്ചയും, രണ്ടാമത്തത് പുഴുവും. ഈച്ചയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ ഫുഡ് വേസ്റ്റ് കുറച്ച് തറയിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈച്ച വന്നിരിക്കും. നമ്മൾ AC റെസ്റ്റോറൻ്റ് ആണെന്നൊക്കെ പറഞ്ഞാലും കൊച്ചിയാണ്. ജസ്റ്റ് ഡോറൊക്കെ തുറക്കുമ്പോൾ ഈച്ചയും കൊതുവൊക്കെ വന്നു കയറും. ഈച്ചയും കൊതുവിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. പക്ഷെ അണ്ണാ, പുഴു എന്ന് പറയുന്നത് അത് നിങ്ങൾ കൊട്ടി കൂക്ഷിക്കുന്ന കണക്കുള്ള ഹൈജീൻ്റെ മാത്രം പ്രശ്നമല്ല. കാശ് കൊടുത്ത് ഭക്ഷണം മേടിച്ച് കഴിക്കുന്നവൻ്റെ ആരോഗ്യം, ഹെൽത്തിനെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഹംഗ്രി മൃണാളിൻ്റെ ഹോട്ടലിൽ ഇങ്ങനെ വരാൻ പാടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, കാരണം നാട്ടിലുള്ള പാവപ്പെട്ടവൻ്റെ സർവ്വ ഹോട്ടലും കയറി മൂക്കുമുട്ട തിന്നിട്ട് കാശ് കൊടുത്തിട്ടാണെങ്കിലും കഴിച്ചിട്ട് ഒരു മര്യാദയില്ലാത്ത വർത്തമാനമാണ് നിങ്ങൾ പണ്ട് ഫുഡ് വ്ളോഗിങ് ചെയ്ത് നടന്ന കാലത്ത് പറഞ്ഞിട്ടുള്ളത്. അവിടെയൊക്കെ അതില്ല ഇതില്ല ഹൈജീൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കോടികൾ മുടക്കി ഉണ്ടാക്കിയ ഹൈജീനാണ് പുഴു. കോടിക്കണക്കിന് രൂപയാണ് ഞങ്ങൾ ഹൈജീന് വേണ്ടി ചെലവഴിക്കുന്നത് എന്ന് പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ കേട്ടു. ഈ കോടിക്കണക്കിന് പൈസയൊക്കെ ചെലവഴിക്കണോ ഈ പുഴുവിന് വേണ്ടിയിട്ട്? അപ്പോൾ എന്തായാലും ഞാൻ ആ പുഴുവിൻ്റെ വീഡിയോ വെച്ചിട്ട് ബാക്കി കുറച്ച് പറയാനുണ്ട്. ഈ വീഡിയോയിലുള്ളത് മൃണാളിന്റെ റെസ്റ്റോറന്റ് തന്നെയാണ്. അവിടെ പോയിട്ടുള്ളവർക്ക് ജസ്റ്റ് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ഫോട്ടോസ് ഉണ്ട്, നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കായിട്ട് തന്നെ കൺഫേം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും ഈ ഒരു റെസ്റ്റോറന്റ് പൂട്ടാൻ വേണ്ടിയിട്ടോ ആ ഒരു സെൻസിലല്ല. കാരണം ഞാൻ മൃണാളല്ല. പുള്ളിക്കാരൻ പണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് പല പല ഹോട്ടലുകളും, സാധാരണക്കാരുടെ പല പല ഹോട്ടലുകളും പൂട്ടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളാരും വീഡിയോ ചെയ്യുന്നത് ഒരു സ്ഥാപനവും പൂട്ടാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ നമ്മൾ ഒരു കാശ് മുടക്കി ഫുഡ് മേടിച്ച് കഴിക്കുമ്പം അത് ക്വാളിറ്റി ഉണ്ടാവണം, ക്വാണ്ടിറ്റി ഉണ്ടാവണം, ഹൈജീൻ ഉണ്ടാവണം. ആക്ച്വലി ഈ 3 കാര്യങ്ങളും ഇത് ഞാൻ പറയുന്നതിന് മുമ്പ് ഫുഡ് വ്ളോഗിങ് ചെയ്തുകൊണ്ട് ഈ ഹംഗ്രി മൃണാൾ തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളി റിവ്യൂ ചെയ്ത് കൊന്നിട്ടുള്ള പല ഹോട്ടൽസും ഉണ്ട്. അവിടെ എല്ലാം പുള്ളി പറഞ്ഞിട്ടുള്ള മേജർ ആയിട്ടുള്ള കാര്യങ്ങളും ഈ പറയുന്ന 3 എണ്ണമാണ്. ഇതിൽ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം ഹൈജീനെ കുറിച്ച് പറയാം. ഹൈജീനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നമ്മുടെ ഹംഗ്രി മൃണാളിലെ ഹൈജീനെ കുറിച്ച് മൃണാളെന്ന് തന്നെ പറയുന്ന ഒരു വീഡിയോ ഞാനിവിടെ വെക്കാം. നല്ല വലിയ ഇൻഫ്രാസ്ട്രക്ചർ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട്, അതായത് ഹംഗ്രി മൃണാൾ എടപ്പള്ളി എന്ന് പറയുന്ന 4 കോടി രൂപയോളം ചെലവാക്കി ഉണ്ടാക്കിയ റെസ്റ്റോറന്റ് ആണ്. തൃപ്പൂണിത്തുറ റെസ്റ്റോറന്റ് അതുപോലെ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഉണ്ടാക്കിയ റെസ്റ്റോറന്റ് ആണ്. അപ്പോൾ അത്രയും മുതൽ മുടക്കി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി, ഹൈജീനിന് വേണ്ടിയിട്ടും സ്റ്റാഫ് വെൽഫെയറിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പണം ചെലവാക്കി ഉള്ള റെസ്റ്റോറൻറ്റുകൾക്ക് ഇൻഗ്രീഡിയൻ്റ് പ്രൈസസിൻ്റെ ഇതിനനുസരിച്ച് ഒരു കസ്റ്റമർക്കും കൂടെ ന്യായമാണെന്ന് തോന്നുന്ന ഒരു വിലയിൽ വിൽക്കുക എന്ന് പറയുന്നത് വളരെ ഇൻക്രീസിംഗ്ലി ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഭക്ഷണം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന സ്ഥലത്തിൻ്റെ ഹൈജീനിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, അത് കണ്ടിന്യൂ ചെയ്ത് പോകാനും. അത് നിങ്ങൾക്ക് റോഡ് സൈഡിൽ ഉള്ള സ്ഥലങ്ങളുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ പരിഹാസ്യരാവുകയാണ്. അതൊക്കെ നിങ്ങളായിക്കോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നിങ്ങൾ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുമ്പോൾ, ഈ അരി വാങ്ങുമ്പോൾ അത് കൊള്ളാവുന്ന അരിയാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങണം. കാരണം എല്ലാ അരിയും ഒന്നല്ല. എടോ, കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി ഉണ്ടാക്കിക്കൊണ്ട് വന്ന പുഴുവാണത്. ഒരു പുഴുവിന് തന്നെ ലക്ഷക്കണക്കിന് രൂപ വില വരും. വെറുതെ കിട്ടിയെങ്കിൽ കഴിച്ചിട്ട് പോയാൽ പോരെ. ഈ ആക്ച്വലി മൃണാളണ്ണൻ എങ്ങാണ് ഈ പുഴുവിനെ കണ്ടിരുന്നെങ്കിൽ ബില്ലിൽ പുഴു ഒന്നിന് എത്ര പുഴു കടിച്ച് എണ്ണിയെടുത്തിട്ട് ഇവിടെ ബില്ലടിച്ച് തന്നേനെ. ആക്ച്വലി എന്തു പറയാനാണ്, ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പറയാനും പറ്റില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അടുത്ത പോയിരുന്നിട്ട് ആ പുഴുവിനെ കുറിച്ചിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യും. അല്ലാതാണ്ട് നമ്മളൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ കസ്റ്റമർ ഈസ് കിങ്. അതായത് ഒരാളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ കാശ് മുടക്കി ഇവൻ്റെ റെസ്റ്റോറൻറ്റിൽ കയറി ഒരു സാധനം കഴിച്ചിട്ട് അത് ഓക്കെ ആവുന്നില്ല എന്നാണ് പറയുന്നത് എന്ന് ചിന്തിക്കത്തില്ല. അവരെ ട്രോള് കാണിക്കും. നാട്ടിലെ സർവന്മാരുടെ കടയിലും കയറി കഴിച്ചിട്ട് അവർക്ക് കുറ്റം പറഞ്ഞിട്ടുള്ളവനാണ് മൃണാള്. പക്ഷെ പുള്ളിയുടെ റെസ്റ്റോറൻറ്റിൽ കയറി അതിന് ഭക്ഷണത്തിന് ചൂടില്ല, ഈച്ചയുണ്ട് എന്തെങ്കിലും പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ നെഗറ്റീവ് വീഡിയോ ആയി, എന്തായി, അതായി, ഇതായി. ആക്ച്വലി ഈ പുള്ളിക്കാരൻ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറേ വീഡിയോസ്, ഇപ്പം ഈ ഈച്ചയുടെ കാര്യം വന്നപ്പം തന്നെ പുള്ളിക്കാരൻ ഉള്ള ഇൻഫ്ലുവൻസേഴ്സിനെയും കുറേ പരിചയക്കാരെ എല്ലാം പിടിച്ചങ്ങ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ കേട്ട ഒരു കാര്യമാണ്, ഈ പലരുടെയും ഈ തട്ടുകടയൊക്കെ നടത്തുന്ന സ്ട്രീറ്റ് ഫുഡൊക്കെ കൊടുക്കുന്ന പലരുടെയും ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ 1 മാസത്തെ റെൻ്റാണ്. ആ രീതിയിൽ പുള്ളി ഒരു വീഡിയോ പറയുന്നത് സത്യമാണ്. കാരണം ഈ സൈഡിലൊക്കെ ഇരുന്നത് തട്ടുകട നടത്തുന്ന ആൾക്കാർക്ക് അവരുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പം ഈ പറയുന്ന കൊച്ചിയിൽ ഒരു ഹോട്ടൽ നടത്തുന്ന മൃണാളിന് വാടകയായിട്ട് കൊടുക്കേണ്ടത് വരും. പക്ഷേ ഈ പറയുന്ന തട്ടുകടകൾക്ക്, ഈ സൈഡിലുള്ള തട്ടുകടകൾക്ക് എന്താ പറയുന്ന ഒരു ടാർപോളിൻ വലിച്ചു കെട്ടിയിട്ട് 2 ബെഞ്ചും 4 കസേര ഇട്ട് സൈഡിൽ ഇരുന്ന് സ്ട്രീറ്റ് ഫുഡ് വിൽക്കുന്ന തട്ടുകട അവർക്കും, അതുപോലെ തന്നെ മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാർ കയറുന്ന ഈ വീട്ടിലൂണ് പോലുള്ള ചില സ്ഥലമൊക്കെ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ഒരു ബക്കറ്റിലൊരു വെള്ളവും കപ്പും ഇപ്പുറത്തൊരു സോപ്പും ഒക്കെ ആയിരിക്കും കാണുന്നത്. ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും മൃണാള് പറയുന്ന കണക്കുള്ള ഹൈജീൻ കാണത്തില്ല. പുള്ളിക്കാരൻ പണ്ട് കയറി കൂടുതലും റിവ്യൂ നടത്തിയിരുന്നതും ഇതേ കണക്കുള്ള സാധാരണക്കാരൻ്റെ ഹോട്ടലിൽ കയറിയിട്ടായിരുന്നു. പക്ഷെ അന്ന് പുള്ളിക്കാരൻ ഈ പറയുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന ഹോട്ടലിലെ ഫുഡും ഒക്കെ ആയിട്ടായിരുന്നു ഈ പറഞ്ഞ പാവങ്ങൾ 50 രൂപയ്ക്ക് 60 രൂപയ്ക്ക് കൊടുക്കുന്ന ഊണിനെ കമ്പയർ ചെയ്ത് റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾ എൻ്റെ ആ ഹോട്ടലിലുമായിട്ട് ഇത് കമ്പയർ ചെയ്ത്, ഇത് വലിയ റെസ്റ്റോറൻ്റ് ആണ്. ഇപ്പം നമ്മളെ നാട്ടിൽ, ഞാൻ കൊല്ലംകാരനാണ്, നീ കൊല്ലത്തോട്ട് പോകാൻ മൃണാളെ, ഇഷ്ടം പോലെ നീ പറയുന്ന ഹൈജീനിക് ആയിട്ടുള്ള ഹോട്ടൽസ് ഇവിടെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ നിന്റെ ഹോട്ടലിലെ ഹൈജീൻ ഇവിടെ കാണത്തില്ല. ഈ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കുന്ന പുഴു ഇവിടെ കാണത്തില്ല. അതല്ലാതെ ഇഷ്ടം പോലെ ഹൈജീനിക് ആയിട്ടുള്ള, നീ കൊല്ലം ചിന്നക്കടലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഉണ്ട് റമീസ് എന്ന് പറയുന്ന നല്ല അടിപൊളി ഹോട്ടൽ. പ്രൊമോഷൻ ഒന്നും ചെയ്യില്ല, പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കൊടുക്കണ കാശിന് ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ഹൈജീൻ, ഇത് 3 ഉള്ള ഹോട്ടലാണ് റമീസ്. മാത്രമല്ല ഇഷ്ടം പോലെ ഹോട്ടൽസ് കൊല്ലത്ത് തന്നെ ഉണ്ട്. അത് കണക്ക് തന്നെ തട്ടുകടയുണ്ട്, മിഡിൽ ക്ലാസ്സിനൊക്കെ കയറാൻ പറ്റുന്ന വീട്ടിലൂണ്, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ആരും നമ്മൾ പുഴുവിനെയും മറ്റു കാര്യങ്ങളെയും ഒന്ന് കൊടുത്ത് ആർക്കും തീറ്റിക്കാറില്ല. പിന്നെ പുള്ളിക്കാരൻ്റെ ഹൈജീൻ അവിടെ നിൽക്കട്ടെ, പുഴു ഒക്കെ അവിടെ നിന്നോട്ടെ. ഇനി അടുത്ത നമുക്ക് അവൻ്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. പുള്ളിക്കാരൻ ഈ വീട്ടിലൊക്കെ കയറി കഴിച്ചിട്ട്, വീട്ടിലൂണ് ആ സെറ്റപ്പിലൊക്കെ പോയി കഴിച്ചിട്ട് ഈ ഇതിന് ഇന്ന ടേസ്റ്റ് ഇല്ല, അത് കൊള്ളില്ല എന്നൊക്കെ പറയുന്ന കുറേ വീഡിയോസ് പണ്ട് പുള്ളി സ്ഥിരം പരിപാടി ഇതല്ലായിരുന്നു. അപ്പം ഈ പറയുന്ന പുള്ളിക്കാരൻ്റെ ഹോട്ടൽ ഫുഡ് മോശം എന്ന് ഞാൻ പറയത്തില്ല. കാരണം നമ്മൾ അത്രയും മോശമൊന്നുമല്ല, ഒരു ആവറേജ്, ഒട്ടും മോശം എന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കള്ളമായിരിക്കും. അങ്ങനെ പല ആൾക്കാർക്കും അങ്ങനെ അഭിപ്രായം ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ കഴിച്ചിട്ട് വെച്ചിട്ടും നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ടും ഞാനൊരു തവണ കഴിച്ചിട്ടുള്ളൂ. ബാക്കി കൂടുതലും എൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ കൊല്ലംകാരൻ, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒരു തവണ പോയിട്ടുള്ളൂ. അപ്പം ഞാൻ കഴിച്ച് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആവറേജ് ഫുഡാണ്. കറി അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ ബിരിയാണി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത്
മേ ബി ഞാൻ നല്ല ബിരിയാണി കഴിച്ചിട്ടുള്ളത് കൊണ്ട്, മൃണാളിൻ്റെ സ്റ്റൈലിൽ തന്നെ പറയുകയാണെങ്കിൽ ഞാൻ നല്ല ബിരിയാണി കഴിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം അതൊരു ബിരിയാണി ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അപ്പോൾ ഒരു ആവറേജ് ഫുഡാണ്. ആംബിയൻസും വലിയ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് കയറിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ പുള്ളിക്കാരൻ അവിടുത്തെ ഉണ്ടാക്കിയിരിക്കുന്ന സിസ്റ്റം ഉണ്ട്. ടോക്കൺ കൊടുത്ത്, ടോക്കൺ അല്ല, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഫുൾ പൈസ അടച്ചിട്ട് നമ്മൾ ബാങ്കിലൊക്കെ ടോക്കൺ വിളിക്കുന്ന കണക്ക് വിളിച്ചിട്ട് പോയി എടുക്കേണ്ടി വരും. ചിലപ്പോൾ ലാഗ് ആവാറുണ്ട്, ചിലപ്പം ഞാൻ പോയപ്പോൾ അത്ര ലാഗ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആക്ച്വലി ഇതൊക്കെയാണ് പുള്ളിയുടെ ഒരു ഓൾ ഓവർ റെസ്റ്റോറൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇത്രയും നാൾ ലേറ്റ് ആയതും നമ്മൾ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യാതെ ഒരിക്കലും വീഡിയോ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം ഈ പറയുന്ന ആക്ച്വലി ഒരു ആവറേജ് ലെവൽ അത്യാവശ്യം ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് മൃണാളിൻ്റെത്. അങ്ങനെയൊന്നുമല്ല, ആരും കയറരുത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് ഞാൻ മൃണാളല്ല, ഒരു സാധനം പൂട്ടിക്കണം എന്ന രീതിയിൽ വീഡിയോ ചെയ്യാൻ. ഇതേ ക്വാളിറ്റിയും ഇതേ ക്വാണ്ടിറ്റിയും ഇതേ ഹൈജീനും ഉള്ള ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ കൊച്ചിയിലും ഉണ്ട്. ഇവിടെ എൻ്റെ കൊല്ലത്ത് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഇതേ സ്റ്റാൻഡേർഡിൽ തന്നെ പോകുന്ന ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. വ്യത്യാസം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നൊരു കംപ്ലൈൻറ്റ് ഇത് ശരിയാവുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ഇങ്ങനെ കുഴപ്പമുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു സമീപനം എന്ന് പറയുന്നതാണ് എനിക്ക് ഈ ഹോട്ടലുമായിട്ടുള്ള വ്യത്യാസം. അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളിക്കാരൻ്റെ വിത്തൗട്ട് ഷുഗർ ഡ്രിങ്ക്സ് വാങ്ങുമ്പോൾ വില കുറച്ച് കൊടുക്കണ്ടേ? വിത്തൗട്ട് ഷുഗർ ഡ്രിങ്ക്സ് വാങ്ങുമ്പോൾ ഞങ്ങളുടെ പണി കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ വില കൂടുതലാണ് ടെക്നിക്കലി തരേണ്ടത്. സ്ട്രോ എന്ന് പറയുന്നത് ഞങ്ങൾ വില കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനമാണ്. ഷുഗർ എന്ന് പറയുന്നത് അഗെയിൻ ഞങ്ങൾ വില കൊടുത്ത് വാങ്ങുന്ന സാധനം തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് ഇൻസ്ട്രക്ട് ചെയ്യണം. ആ ഇൻസ്ട്രക്ഷൻ ആ ബില്ലിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ ഒരാളുടെ ജോലി കൂടുകയാണ്, സമയം കൂടുകയാണ്. ഇതാണ് ആക്ച്വലി അവസ്ഥ. ഈ മനുഷ്യന്റെ അടുത്തൊന്നും പറയാൻ പറ്റൂല. കാരണം പുള്ളി അടുത്ത് സ്ട്രോ 1 രൂപയല്ലേ എന്ന് വെച്ചാൽ ഞങ്ങൾ കാശ് കൊടുത്താണ് മേടിക്കുന്നത്. പഞ്ചസാര ഞങ്ങൾ കാശ് കൊടുത്താണ് മേടിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇടാതിരിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി അവിടെ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അതിനും അഡീഷണൽ പൈസ അല്ല, നോർമൽ ചായയുടെ പൈസ മേടിക്കേണ്ടി വരും. ഇവിടെ പണ്ട് ചായക്ക് 6 രൂപയായിരുന്ന സമയത്ത് നോർമൽ ചായക്ക് 6 രൂപയും വിത്തൗട്ട് ചായക്ക് 5 രൂപയും. അതെല്ലാ കടകളിലും 1 രൂപ കുറച്ചാണ് വിത്തൗട്ട് ചായക്ക് മേടിക്കുന്നത്. അത് നമ്മളൊരു സാധാരണ മിക്ക കടകളിലും അങ്ങനെയാണ്. പിന്നെ ഒരു കടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറച്ചി വാടകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചമ്മന്തി ഫ്രീ ആയിട്ട്. ഞാൻ കൊല്ലംകാരനാണെന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊല്ലത്ത് ഞാൻ പേരൂരാണുള്ളത്. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, പേരൂരാൻ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഞങ്ങളെ പേരൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 2 വടയൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കവറിൽ ചമ്മന്തിയും സാമ്പാറും വരെ കൊടുക്കുന്ന കടകളുണ്ട്. അപ്പം ഞാൻ കണ്ടിട്ടുള്ളതും ശീലിച്ചിട്ടുള്ളതും ആ ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയാണ് ഒരു സ്പൂണല്ല, 1 സ്പൂണിൽ കൂടുതലുണ്ട്. ആ ഒരു ചട്നിക്ക് 8 രൂപ 9 രൂപയൊക്കെ വില മേടിക്കുന്നത്. 8 രൂപ തോന്നുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് കാണുമ്പോൾ അത്ര ശരിയായിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് തോന്നിയില്ല. അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടായിരിക്കാം, ആവശ്യമുള്ളതിന് വേണ്ടി മാത്രം പൈസ കൊടുത്ത് അത് മേടിക്കാം. ആ സിസ്റ്റത്തെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അത് തെറ്റ് എന്നില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അത് ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു സാധനം എൻജോയ് ചെയ്ത് പോയി കഴിക്കാം. അപ്പം എന്തുണ്ടായാലും ശരി, പുള്ളിയെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പുള്ളിയെടുത്ത് നമ്മൾ ചക്ക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി വേറെ വല്ലതായിരിക്കും പറയുന്നത്. അതായത് നമുക്ക് ഒരിക്കലും എന്താ പറയുന്നത്, ഒരു ക്ലൈൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഹോട്ടൽ സംബന്ധിച്ചിടത്തോളം അവിടെ കയറി ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി കാശ് കൊടുത്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ആ കൊടുക്കുന്ന കാശിലാണ് ആ പറയുന്ന ഹോട്ടൽ നിന്ന് പോകുന്നത്. മീൻസ് അവിടുത്തെ ഇൻഫ്ര ആണെന്നുണ്ടെങ്കിൽ പുള്ളി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഇൻഫ്ര എല്ലാം തിരിച്ചു കിട്ടുന്ന ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്ന ആൾ കൊടുക്കുന്ന പൈസയിലാണ്. അപ്പോൾ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറ്റം പറയുന്നു എന്ന സെൻസിൽ എടുക്കുന്നതിന് പകരം ഓക്കെ, അയാളെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ഇപ്പം ഒരു മനുഷ്യൻ ഇപ്പം എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടപ്പെടണമെന്നോ ഒന്നുമില്ല. പക്ഷേ ആ പറയുന്ന കമൻറ്റിൽ നിങ്ങളുടെ ഹോട്ടലിൽ പൈസ തന്ന് മേടിച്ച് ഫുഡ് കഴിച്ച ഒരാളാണ്. അപ്പോൾ അയാൾ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? എൻ്റെ ഹോട്ടലിൽ ഈച്ച വന്ന് കണ്ടുപിടിക്കും. ഞാൻ കുറച്ച് മുമ്പിട്ട് വീഡിയോയ്ക്കകത്ത് തന്നെ ആ ജ്യൂസിൻ്റെ അടുത്തൂടെ ഈച്ച പറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ കുറച്ച് മുമ്പ് മറ്റേ ആ പുഴുവിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ആ പുഴുവിൻ്റെ വീഡിയോയിൽ തൊട്ടടുത്തിരിക്കുന്ന ജ്യൂസിൻ്റെ സൈഡിൽ കൂടി ഈച്ച പറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കുറച്ചാളും എൻ്റെ ഹോട്ടലിൽ ഈച്ചയെ കണ്ടുപിടിച്ച് വരൂ, ഇവിടെ AC റെസ്റ്റോറൻ്റ് ആണ് എന്ന് മൃണാൾ പറയുന്നത് ഞാൻ കേട്ടു. മീൻസ് റെസ്റ്റോറൻറ്റിൽ ഈച്ചയൊക്കെ വന്നെന്നിരിക്കും, പക്ഷേ നമുക്ക് അഡ്മിറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന കണക്ക് ഈ ഒരു കസ്റ്റമേഴ്സിനെ ഒരു പുല്ലുവില കൽപ്പിക്കുന്ന രീതിയിൽ
അവിടെ വന്നൊരു കമൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ മീൻസ് നിങ്ങൾക്ക് പൈസ തന്നു, ഫുഡ് മേടിച്ചു, ആ ഫുഡാണ് അതിന് ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്ന് പറയുന്നത്. ഈ ടേസ്റ്റ് നിങ്ങൾ ബിരിയാണി കൊള്ളത്തില്ലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബിരിയാണി കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ നല്ല ബിരിയാണി എന്താണെന്ന് അറിയത്തില്ല. പുള്ളിക്കാരൻ ഏതൊക്കെയോ ഹോട്ടൽസിൻ്റെ കൺസൾട്ടൻ്റ് ആണ് എന്നൊരു ന്യൂസ് ഞാൻ കേട്ടു. മേ ബി പുള്ളി വീഡിയോ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് പണ്ട് ആരോ പിടിച്ച് കൺസൾട്ടൻ്റ് ആക്കിയതാണ് എന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. അല്ലാതാണ്ട് ഒരാൾ ഒരു ഫുഡ് നന്നായിട്ടില്ല എന്ന് പറയുമ്പോൾ ഓക്കെ അതിനെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് തിരക്കുന്നതിന് പകരമായിട്ട് ചൂടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഹോട്ടലിൽ ഇങ്ങനെയാണ്. മീൻസ് നമ്മൾ പല ഹോട്ടലുകളിലും കറിയൊക്കെ മുമ്പ് വെച്ച് വെക്കാറുണ്ട്, പക്ഷെ നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുന്ന ഒരു പതിവുമുണ്ട്. ഇപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തണുത്ത ബീഫ് ഫ്രൈ ഒന്നും ആരും കൊണ്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് അത് ചൂടോട്ട് കൊണ്ടുവരുന്നത് ഇപ്പം അടുപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതല്ല, നമ്മൾ പറഞ്ഞപ്പം ചൂടാക്കി തരുന്നതാണെന്നും കഴിക്കുന്ന എനിക്കും അറിയാം. പക്ഷേ എൻ്റെ ഹോട്ടൽ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് കാശ് കൊടുത്ത് മേടിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത് ഡൈജസ്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൃണാളിൻ്റെ ഹോട്ടൽ അത്ര മോശമായിട്ടുള്ളതൊന്നുമല്ല. ഒരു ആവറേജ് ലെവൽ സാധാരണക്കാരൻ്റെ കൊച്ചിയിൽ കണ്ടുവരുന്ന നോർമൽ ഹോട്ടൽസിനെ പോലെ കയറി ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു AC റെസ്റ്റോറൻ്റ് ആണ് മൃണാളിൻ്റെ ഹോട്ടൽ. അവിടെ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ക്വാളിറ്റി, ഹൈജീൻ ഈ വക സാധനങ്ങൾ ഇല്ല എന്നുള്ളത് വാസ്തവമാണെന്നിരിക്കെ, അപ്പോൾ ഈ എല്ലാ ഹോട്ടലുകളിലും ഈ പറയുന്ന സാധനമൊന്നുമില്ല. നമ്മൾ പോയി കഴിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന സാധനം മേടിച്ച് കഴിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കഴിക്കേണ്ടി വരും. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പുള്ളിക്കാരൻ്റെ റിയാക്ഷൻ, അതായത് പുള്ളിക്കാരൻ പണ്ട് എന്ത് ചെയ്തിരുന്നു, പുള്ളിക്കാരൻ്റെ ഇപ്പം നമ്മളൊരു കുറ്റം പുള്ളിക്കാരൻ്റെ ഹോട്ടലിനെ കുറിച്ച് പറയുമ്പോൾ പുള്ളി അത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഈ വക കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ മൃണാൾ എയറിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.